ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ പുതിയ വീട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് വീഡിയോയിൽ പഠിച്ചു എങ്ങനെ ഔട്ട്ലൈൻ ഇടാം എന്ന ഒരു ട്യൂട്ടോറിയൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ സെക്കൻഡ് ട്യൂട്ടോറിയൽ എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ ഷെയ്ഡ് ചെയ്യാം, ആ ഔട്ട്ലൈൻ എങ്ങനെ നമുക്ക് ഷെയ്ഡ് ചെയ്യാം, അടിപൊളിയായിട്ട് നമുക്ക് ഷെയ്ഡ് ചെയ്തെടുക്കാം എന്നൊരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇവിടെ ഞാൻ ബ്രൂസ്റ്റോയുടെ 4B പെൻസിൽ യൂസ് ചെയ്തിട്ട് ഞാനിവിടെ ഹെയറിൻ്റെ സ്ട്രോക്ക് ഞാനിവിടെ വരച്ചെടുക്കുന്നു. അതിനുശേഷം ഞാൻ ഇവിടെ മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. ഓരോരോ മുടിയുടെ ഓരോരോ രോമങ്ങൾ നമ്മളിങ്ങനെ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് നമ്മൾ റെഫറൻസ് പിക്കിൽ നമ്മൾ നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മൾ ഷെയ്ഡ് ചെയ്തെടുക്കുക. അതിനുശേഷം മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് നമ്മളൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. പിന്നെ ഹൈലൈറ്റ്സ് ആയിട്ട് ഞാനിവിടെ മോണോസീറോ ഇറേസറും ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എവിടേക്കാണോ ഹൈലൈറ്റ്സ് ഉള്ളത് അവിടെയൊക്കെ ഞാൻ മോണോസീറോ ഇറേസറിൽ ഞാനിവിടെ ഹൈലൈറ്റ്സ് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ എച്ച് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് ഞാനിവിടെ ഷെയ്ഡിങ്സ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വരച്ചെടുക്കുക. ഓരോരോ അടുത്തടുത്തായിട്ട് വേണം നമ്മൾ ഷെയ്ഡിങ്സ് ചെയ്യാൻ. എന്നാലും നമുക്ക് ബ്ലെൻഡിങ് നമുക്ക് അടിപൊളിയായിട്ട് ഒരു സ്മൂത്ത് ബ്ലെൻഡിങ് കിട്ടും. നമ്മൾ മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് ഇവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. ഇവിടെ ബ്രൂസ്റ്റോയുടെ എച്ച് പെൻസിൽ എടുത്തിട്ട് ഞാനിവിടെ സെക്കൻഡ് ലെയർ ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ്. ലൈറ്റ് പ്രഷർ കൊടുത്തുകൊണ്ട് തന്നെ ലൈറ്റായിട്ട് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്യുന്നു. നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ലെയർ വൈസ് ലെയറാണ് ഞാനിവിടെ ചെയ്യുന്നത്. ഫസ്റ്റ് ലെയർ ഓൾറെഡി നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷം ഞാനിവിടെ സെക്കൻഡ് ലെയർ ഞാൻ വളരെ സാവധാനം ലൈറ്റ് പ്രഷർ അപ്ലൈ ചെയ്തുകൊണ്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. ഓരോരോ സ്ട്രോക്കായിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. കറക്റ്റായിട്ട് നമ്മൾ ഏരിയ ഒന്നും വിടാതെ കറക്റ്റായിട്ട് നമ്മൾ ഫില്ലപ്പ് ചെയ്യുക. അതിനുശേഷം ഞാനിവിടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഫോൾഡ് ചെയ്യുകയാണ്. കറക്റ്റായിട്ട് 4 ഫോൾഡ് ചെയ്തതിന് ശേഷം നമ്മളെ വിരലിനെ സെറ്റ് ചെയ്തതിന് ശേഷം ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്ന വെച്ചാൽ നമ്മൾ റൗണ്ടായിട്ട് വേണം നമ്മൾ സ്മൂത്തായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ. റൗണ്ടായിട്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ നല്ലൊരു സ്മൂത്ത്നെസ് കിട്ടും. സ്കിൻ നല്ലൊരു സ്മൂത്ത്നെസ് ഷെയ്ഡിങ് ആയിരിക്കും നമുക്ക് കാണുക. ഏകദേശം അങ്ങനെ റൗണ്ടായിട്ട് ഞാനിവിടെ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു സ്കിന്ന് നമുക്ക് സ്മൂത്തായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് എവിടേക്കാണോ ഡാർക്ക്നെസ് ഉള്ളത് അതവിടെ ഞാനിവിടെ 4B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇയർബഡ്സും ഉപയോഗിക്കുന്നുണ്ട്. ബഡ്സ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. അപ്പോൾ ചെറിയ ഏരിയയാണ് നമുക്ക് ബഡ്സ് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈലൈറ്റ്സ് ആയിട്ട് മോണോസീറോ ഇറേസർ കൊടുക്കുന്നു. അതുപോലെ തന്നെ മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ബ്ലെൻഡ് ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ എവിടേക്കാണ് ഡാർക്ക്നെസ് ഉള്ളത് അവിടെ ഞാനിവിടെ 4B പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ മുകൾ വശമൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഗ്ലാസ്സിലേക്ക് എടുക്കാം, കണ്ണാടിയിലേക്ക് എടുക്കാം. നമ്മൾ കണ്ണാടിയുടെ ഔട്ടർ ലൈൻ ഞാനിവിടെ ഫസ്റ്റായിട്ട് ഞാനിവിടെ ഡാർക്ക് ലൈൻ വെച്ച് ഞാനിവിടെ സെറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ പുരികത്തിൻ്റെ ചെറിയൊരു ഭാഗമുണ്ട്, അത് ഞാനിവിടെ വരച്ചെടുക്കുന്നു. ഇവിടെ ഹൈലൈറ്റ്സിനായിട്ട് ഞാനിവിടെ മോണോസീറോ ഇറേസർ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട്. എവിടേക്കാണോ വൈറ്റ് പോർഷൻസ് ഉള്ളത് അവിടേക്ക് നമ്മൾ മോണോസീറോ ഇറേസർ വെച്ചിട്ട് നമ്മൾ ഹൈലൈറ്റ്സ് കൊടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ 6B ബ്രൂസ്റ്റോയുടെ 6B പെൻസിൽ ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് ഞാനിവിടെ ബ്ലാക്ക് ആയിട്ട് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ്. നല്ലൊരു ബ്ലാക്ക്നെസ് കിട്ടുന്ന ഒരു പെൻസിലാണ് ബ്രൂസ്റ്റോ. അപ്പോൾ നമുക്ക് ഗ്ലാസിൻ്റെ ആ ഭാഗത്ത് നല്ലൊരു ബ്ലാക്ക്നെസ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മളുടെ 6B പെൻസിൽ ഉപയോഗിച്ചിട്ട് നമ്മളിവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നല്ലൊരു ഫിനിഷിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട്. നമുക്കത് ഒന്നുകൂടി ഫിനിഷിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ എവിടേക്കാണോ ആ ലൈറ്റ്നെസ് ഉള്ളത് അത് നമ്മൾ നോക്കിയിട്ട് മേക്കപ്പ് ബ്രഷ് വെച്ചിട്ട് തന്നെ നമ്മളിവിടെ ബ്ലെൻഡ് ചെയ്തെടുക്കുന്നു. നമുക്ക് ഏകദേശം ആ ഒരു റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പിന്നെ എവിടേക്കാണോ ഡീറ്റെയിലിംഗ് ഉള്ളത് നമ്മൾ നോക്കിയിട്ട് പേപ്പർ സ്റ്റമ്പ് വെച്ചിട്ട് നമ്മളിവിടെ ഷെയ്ഡിങ്സ് ഡാർക്ക്നെസ് നമ്മളിവിടെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ആ ഗ്ലാസിൻ്റെ ആ ഒരു ഭാഗത്ത് ലൈറ്റ്നെസ് എവിടെയൊക്കെയുണ്ട് ഡാർക്ക്നെസ് എവിടെയൊക്കെയുണ്ട് അത് നോക്കിയിട്ട് കറക്റ്റായിട്ട് നമ്മളവിടെ ഷെയ്ഡ് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഞാനിവിടെ വൈറ്റ് ജെൽ പെൻ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഹൈലൈറ്റ്സിനായിട്ട് വൈറ്റ് എവിടെയൊക്കെ പോർഷൻസ് ഉണ്ട് അത് നമ്മൾ നോക്കിയിട്ട് ഹൈലൈറ്റ്സിനായിട്ട് വൈറ്റ് സുക്കുറ എന്ന ഒരു കമ്പനിയുടെ ജെൽ പെൻ ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും എവിടേക്കാണോ വൈറ്റ്നെസ് ഉള്ളത്. അപ്പോൾ നമുക്ക് റിസൾട്ട് കുറച്ചും കൂടി നല്ലൊരു നാച്ചുറലായിട്ട് കിട്ടിയിട്ടുണ്ട്, നല്ലൊരു അടിപൊളിയായിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. വൈറ്റ് ജെൽ പെണ്ണ് നല്ലൊരു റിസൾട്ടാണ് പെൻസിൽ ഷെയ്ഡിങ്ങിൽ. പിന്നെ നമ്മൾ ചെവിയുടെ ഭാഗത്തേക്ക് കിടക്കുകയാണ്. ചെവിയുടെ ആ ഒരു പോർഷൻസ് നമ്മൾ ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ ഇടുന്നു. അതുപോലെ തന്നെ പിന്നെ നമ്മൾ മൂക്കിൻ്റെ ആ ഒരു ഷെയ്ഡിങ്സ് ഫസ്റ്റ് ലെയറായിട്ട് നമ്മുടെ എച്ച് പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ഫസ്റ്റ് ലെയറായിട്ട് കൊടുക്കുന്നു. പിന്നെ ഇവിടെ ചെറിയ ഭാഗമായതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഇയർബഡ്സ് ഉപയോഗിച്ചിട്ട് ഞാനിവിടെ ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ നമ്മൾ വീണ്ടും
ഒരു പേപ്പർ സ്റ്റമ്പ് ഉപയോഗിച്ചിട്ട് എവിടേക്കാണ് ഡാർക്ക്നെസ് ഉള്ളത് അവിടെ ഒന്ന് ജസ്റ്റ് ഒരു ഇത് കൊടുക്കുന്നു. പിന്നെ നമ്മൾ പെൻസിൽ വെച്ചിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അവിടെ 4B പെൻസിൽ ഉപയോഗിച്ച് ജസ്റ്റ് ഒരു ഡാർക്ക്നെസ് ഏരിയ ഉള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുന്നു. പിന്നെ നമ്മൾ മേക്കപ്പ് ബ്രഷ് ഉപയോഗിച്ചിട്ട് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്നു. പിന്നെ ഹൈലൈറ്റ്സിനായിട്ട് ഞാനിവിടെ മോണോസീറോ ഇറേസർ വെച്ചിട്ട് ഞാനിവിടെ ലൈറ്റായിട്ട് വൈറ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഒന്നുകൂടി ഡാർക്ക്നെസ് കൂട്ടാൻ വേണ്ടി ഞാനിവിടെ ജസ്റ്റ് ഒരു H പെൻസിൽ ഉപയോഗിച്ചിട്ട് ഞാനൊരു ഫസ്റ്റ് ലെയർ കൊടുക്കുന്നു. പിന്നെ വീണ്ടും നമ്മൾ ചെയ്തതിനെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഇവിടെ 4B പെൻസിൽ ഉപയോഗിച്ചിട്ട് കുറച്ച് ഡാർക്ക്നെസ് ഏരിയ ഉള്ള ഭാഗത്ത് നമ്മൾ കറക്റ്റായിട്ട് ആ ഡാർക്ക്നെസ് വാല്യൂ നമ്മൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. പിന്നെ